ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ BSc വേൾഡ്. അപ്പോൾ നാളെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഏകദേശം LDCയുടെ സിലബസ് ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിന് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തുടങ്ങിയാലും ഈ പറയുന്ന സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ടുള്ള കുറേ പേരെങ്കിലും ഉണ്ടാവും കേട്ടോ. സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വാസ്റ്റാണ് കാര്യങ്ങൾ അല്ലേ. നമ്മൾ എന്താണ് ഇപ്പോൾ ഒരുപാട് തവണ എഴുതിയിട്ടുള്ളവർക്ക് എന്താണ് അവർ മുൻപ് ചെയ്തിരുന്നതിൽ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് റിവൈസ് ചെയ്ത് കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടെ ഒക്കെ അത്യാവശ്യം സെറ്റാക്കിയാൽ ഒരുവിധം പ്രിപ്പറേഷൻ ഓക്കെ ആകും. പക്ഷെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരു സ്ലോനെസ്സും അതുപോലെ തന്നെ എന്താണ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല ഈ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് തപ്പി സ്വരുക്കൂട്ടി വയ്ക്കുക എന്നുള്ളതാണ്. ഒരു കോച്ചിങ് എടുത്താൽ അവിടെ എന്താണ് മെറ്റീരിയൽസൊക്കെ തരും നമുക്ക് അല്ലേ, PDF നോട്ട്സ് ആയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളായിട്ടോ ഒക്കെ. നമ്മളുടെ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇപ്പോൾ ഈ വരുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന VFA ആണെങ്കിലും കമ്പനി ബോർഡ് LGS ആണെങ്കിലും ഡിഗ്രി ലെവലുള്ള മറ്റുള്ള എക്സാംസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് റാങ്ക് ഫയലും അതുപോലെ തന്നെ CRT കണ്ടൻസ്, OMR ഷീറ്റുകൾ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കരുതി വയ്ക്കുന്നതാണ്. അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ സോഴ്സ്, മാത്സ് പഠിക്കാനുള്ള സംഭവങ്ങൾ, ഇതൊക്കെ നമ്മളുടെ എന്താണ് ആ ഒരു ലക്ഷ്യം നേടാനുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അത് ബെറ്റർ ആയിട്ടുള്ള ഒരെണ്ണം കണ്ടെത്തണം. അല്ല റാങ്ക് ഫയൽ ആണെങ്കിലും അതുപോലെ പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക്, ഇതൊക്കെ എനിക്ക് ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഇപ്പോൾ റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നത്, ടാലൻറ്റിൻ്റെയാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഒരു ബുക്ക് ഉണ്ട്, OMR പ്രാക്ടീസ് ചെയ്യാൻ ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾക്കും അല്ലാതെ വെബ്സൈറ്റുകൾ റിസർച്ച് ചെയ്തിട്ടും ഗൂഗിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടും പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളായിട്ട് കൊടുക്കുന്ന കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നമ്മുടെ ടൈം അല്ലെ, നമ്മുടെ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആ ഒരു പേഷ്യൻസ്, ഇതൊക്കെ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ അതെന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് അൾട്ടിമേറ്റ്ലി അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്, ജോലിയാണ്, ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളതാണ്. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എന്താണ് എല്ലാവർക്കും ഇത് സാധിക്കാൻ പറ്റണമെന്നില്ല. നമ്മളിതൊക്കെ ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും ഒറ്റയടിക്ക് നമുക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നോണം ജോലി കിട്ടും എന്നുള്ളത് എല്ലാവർക്കും നടക്കണമെന്നില്ല ജീവിതത്തിൽ. കാരണം ഞാൻ പറയാറില്ലേ, ഒരു 1% ലക്കിൻ്റെ കാര്യം എനിക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം അവിടെയാണ്. അതും കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്താണ് ആ ഒരു അതും കൂടി ഒത്തു വന്നാൽ മാത്രമേ എല്ലാം ജീവിതത്തിൽ നടക്കുള്ളൂ കേട്ടോ. എത്രയൊക്കെ നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടാലും പരിശ്രമിച്ചാലും ആ ഒരു 1% ലക്കിൽ എല്ലാം ഇരിക്കുന്നുണ്ട്. സോ മേ ബി ടൈം, അതായത് നമ്മളുടെ സമയം അല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും നമ്മൾ അത്രയും എഫേർട്ട് എടുത്താലും നമ്മൾ അത്രയും നല്ല മാർക്സ് സ്കോർ ചെയ്താലും എന്തൊക്കെയോ ചില ദൗർഭാഗ്യങ്ങൾ കൊണ്ട് നമ്മൾ പലതിലും കയറി പോകാതിരിക്കുന്നതും അല്ലാതിരിക്കുന്നതും. ഓക്കെ, എന്നാൽ ഒരേ സമയം കുറച്ചൊക്കെ നമുക്ക് ഫേവറബിളായി വരുന്നതുകൊണ്ടാണ് നമ്മൾ ലിസ്റ്റിൽ കയറുന്നത്. അപ്പോൾ ഞാനങ്ങനെ ലിസ്റ്റിൽ കയറിയതും അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എപ്പോഴും നമുക്ക് ഇത് തന്നെ ആയിരിക്കണം നമ്മളുടെ അൾട്ടിമേറ്റ് റിട്ടേൺ എന്ന് പറയാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി ഇതാണെങ്കിൽ കൂടി നമുക്ക് നമ്മൾ എപ്പോഴും നമുക്ക് എന്താണ് പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ പഠന രീതിയിൽ വരുന്ന മാറ്റങ്ങളായിരിക്കും. നമ്മൾ ഒരെണ്ണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ നമ്മൾ പഠിക്കുന്ന രീതിയിൽ മാറും, നമുക്ക് കുറേയധികം നോളജ് കിട്ടും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു സ്ട്രാറ്റജി മാറും, നമ്മൾ നോക്കിക്കാണുന്ന മെത്തേഡ്സ് മാറും. അങ്ങനെ കുറേയധികം മാറ്റങ്ങൾ നമുക്ക് ഇതേപോലെ ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പേഷ്യൻസ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്ന സംഭവം ക്ഷമ എന്ന് പറയുന്ന സാധനം അല്ലേ. എന്തും പെട്ടെന്ന് നേടണം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു എന്താണ് ശരിക്കും പറഞ്ഞ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന പലരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താണോ പഠിക്കാൻ എടുക്കുന്നത്, അതിപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു കോച്ചിങ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാതെ സെൽഫായിട്ട് എടുക്കുകയാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കേണ്ട കാര്യം റിവിഷൻ ആണ് എന്നുള്ളത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്ന കാര്യം, നമുക്ക് പുതുതായിട്ടും കുറേയധികം പഠിക്കാൻ വരുന്നുണ്ട്, പഴയതായിട്ടും കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ വരുന്നുണ്ട്. പക്ഷെ പഠിച്ച് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ച് വരുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ തെറ്റിക്കുന്ന ഒരു ലെവലിലോട്ട് നമ്മളെത്തും. അത് ഒരു പക്ഷേ എന്തായിരിക്കാം, അത്രയധികം കാര്യങ്ങൾ നമ്മൾ ഓവർലോഡ് ചെയ്ത് ഇങ്ങനെ തലയിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ടായിരിക്കാം.
ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ മാറണമെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഇപ്പോൾ ഓൾറെഡി എഴുതി തെളിഞ്ഞവരൊക്കെ ആണെങ്കിൽ, അതായത് കുറേ പ്രാവശ്യം എഴുതി അതിൻ്റെ ട്രാക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ് കുറച്ച് എന്താണ് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളൊരു ലെവലിലോട്ട് എത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ കോച്ചിങ് ചെയ്തിരുന്ന സമയത്ത് എപ്പോഴും സാറ് പറയുന്ന ഒരു കാര്യം ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ എത്ര കാര്യങ്ങൾ ഫാസ്റ്റായി പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ റെലവൻസ് അത്രത്തോളം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനൊരു സംഭവം തുടങ്ങുകയാണെങ്കിൽ മാക്സിമം എന്താണ് പഠിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ മാക്സിമം നിങ്ങൾ ഒരു ദിവസം തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഞാൻ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്ന കാര്യം. പിന്നെ ഏറ്റവും വേണ്ടൊരു കാര്യം നമുക്കറിയാം, നമ്മുടെ ഈ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഡിഗ്രി ലെവലിലാണെങ്കിൽ പോലും SCERTയുടെ കണ്ടൻറ്റ് വളരെയധികം വലുതാണ് അല്ലേ. ഈ SCERT കണ്ടൻറ്റ് ഇത്രയും വലുതായിരിക്കെ എന്താണ് ഇപ്പോൾ ബുക്സ് ആയിട്ടും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കണ്ടൻറ്റുകൾ. അല്ലാതെ നമുക്ക് ടെക്സ്റ്റ് തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ടെക്സ്റ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കോർത്തിണക്കി എന്താണ് ബുക്സായിട്ട് കിട്ടേണ്ടവർക്ക് അങ്ങനെ SCERTയുടെ ബുക്കുകളായിട്ടും കിട്ടും അല്ലേ. മീൻസ് ഓരോ പാഠഭാഗങ്ങളുടെ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ ഫാക്ട്സ് ഒക്കെ കൂടിയിട്ടുള്ള ബുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആകണം എന്ന് അങ്ങനെ ഇല്ല. ഈ ബുക്സ് അത്യാവശ്യം ഇപ്പോൾ ഓരോ പാർട്ട് മേടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരും. ഓക്കെ, അപ്പോൾ ഈ SCERT കണ്ടൻറ്റുകളും എന്താണ് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ഇതിലേക്ക് നല്ല രീതിയിൽ എത്താൻ, അതായത് ഇപ്പോൾ എലോങ് വിത്ത് റാങ്ക് ഫയൽ, അതുപോലെ തന്നെ PYQs, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ നമ്മളുടെ മറ്റുള്ള റിസോഴ്സസിൻ്റെ കൂടെ ഈ SCERT എക്സ്പ്ലെയിൻ ചെയ്യുന്ന നല്ലൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് മാക്സിമം അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ വരാമെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്, SCERT ക്ലാസ്സും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസും വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയട്ടെ. ഇത് ഇപ്പോൾ എന്താണ് ഓൾറെഡി 2 ബാച്ച് ഉണ്ട്. 3rd ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇനി എക്സാം വേഗം വരും. അപ്പോൾ ഒന്നില്ലെങ്കിൽ അൺടിൽ എക്സാം, അല്ലെങ്കിൽ എങ്ങനെയാണോ അതിൻ്റെ കൃത്യം മന്ത്സ് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് അതിൻ്റെ എൻക്വയറീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ SCERT പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്വയം പഠിക്കാനാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഈ ബാക്കി നമ്മൾ പറയുന്ന ഏറ്റവും വെയിറ്റേജുള്ള കറണ്ട് അഫയേഴ്സിനും അതുപോലെ ഇപ്പോൾ VFA ഒക്കെ ആണെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം, പിന്നെ അവിടെ എക്സ്ട്രാ സ്പെഷ്യൽ സബ്ജക്റ്റുകളുണ്ട്, അതിനൊക്കെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് വെയിറ്റേജ് കൊടുത്ത് അതിനുള്ള സമയം കണ്ടെത്തണം നമ്മൾ തീർച്ചയായിട്ടും. അപ്പോൾ അത് ഓരോന്നും കൃത്യമായിട്ട് ഏതൊക്കെ പഠിച്ച് തീർക്കണം, നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് പോർഷൻസ് ഓരോ ദിവസവും കറക്റ്റ് സബ്ജക്ട്സ് പറഞ്ഞ് അത് എന്താണ് അന്നേ ദിവസം തന്നെ പരീക്ഷ എഴുതി ഡെയിലി എക്സാംസ് പ്ലസ് മന്ത്ലി എക്സാം, അതായത് ഒരു 20 ദിവസം നമ്മൾ ഈ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്ലി അത്രയും ഒരു ഡേയ്സിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പറഞ്ഞു അതെല്ലാം കൂടെ ക്രോഡീകരിച്ചൊരു എക്സാം ഉണ്ടാവും. സോ ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻസ് കാണുകയാണ്, നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണ്. ഓക്കെ, നല്ല രീതിയിൽ നമുക്ക് റിവിഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്ന ആളായിക്കോട്ടെ, കോച്ചിങ് എടുക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ടെസ്റ്റ് സീരീസ് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനത്തെ രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. കുറേ പേര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് അതിൽ വന്നാലും എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് അത്രത്തോളം ഉണ്ട്. കാരണം എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണത്. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങളെ. അതാണ് അതായത് നിങ്ങളുടെ ലെവൽ എന്താണ്, നിങ്ങൾ പഠിക്കുന്നതിൽ എന്തെങ്കിലും മിസ്സിങ്ങുകളുണ്ടോ, അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഫാക്ട് അതിൻ്റെ ഇടയിലുണ്ടോ, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ തരത്തിൽ വരാം. ഞാൻ ഈ ടെസ്റ്റ് സീരീസിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ എങ്ങനെയാണോ അതൊക്കെ അങ്ങനത്തെ രീതിയിലുള്ളത് ഇടുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് അറിയാത്ത മേഖലകളുണ്ടെങ്കിൽ, അറിയാത്ത ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ SCERT ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ SCERT എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ ഫുൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ട SCERTയുടെ മാത്രം ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസ് തുടങ്ങും. അതുപോലെ തന്നെ പിന്നെ ഈ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ അതിൻ്റെ നോട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് ഞാൻ പറയുന്നതായിരിക്കും പിന്നീട് കേട്ടോ. അത് സോർട്ട് ചെയ്ത് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ SCERTയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വയം പഠിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക്, അതായത് ടെക്സ്റ്റ് നോക്കി പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ബാക്ക് സപ്പോർട്ട് വേണം എന്നുള്ളവർക്ക് ക്ലാസ്സും കേട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം.
ഇപ്പോൾ ഇത് നോക്കിയേ, ഇതെന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠഭാഗമാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് സംസ്കാരത്തെക്കുറിച്ചും സാംസ്കാരിക വൈവിധ്യങ്ങളെക്കുറിച്ചുമാണ്. നിങ്ങൾ ഈ പാഠഭാഗം മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ, വായിച്ച് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാകും. ഇതിൽ കൾച്ചറിൻ്റെ എന്താണ് സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംസ്കാരം ഏതൊക്കെ തരത്തിലുള്ളതുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സവിശേഷതകൾ എന്താണ്, അതിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സിലബസിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ഈ പാഠഭാഗം നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ OAക്കാണെങ്കിലും മറ്റുള്ള എക്സാംസിനാണെങ്കിലും കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടെക്സ്റ്റിലെ ചില കാര്യങ്ങൾ അവരെടുത്ത് ഡെഫിനിഷൻ, അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ രാഷ്ട്രം എന്നുള്ളതിൻ്റെ ഫാക്ടേഴ്സ്, ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മുൻപത്തെ പാഠങ്ങളിൽ ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്ത് കഴിഞ്ഞാണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ പാഠം അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഓണം പോലെ രാജസ്ഥാനിലെ ഒരു ഓണാഘോഷം പോലെ സിമിലർ ആയിട്ടുള്ള ഒരു ആഘോഷത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. തീജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഓക്കെ, തീജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഇത് ആ ഒരു സ്റ്റേറ്റിൻ്റെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. രാജസ്ഥാനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് തീജ്. വേറെയും ഉണ്ട് രാജസ്ഥാൻ്റെ ഉത്സവങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠഭാഗം ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ ഇതിനെ ഒരു അപ്രോച്ച് ചെയ്ത് രീതിയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിലും പഠിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാം, എക്സ്ട്രാ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഡയറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ എക്സ്ട്രാ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആകെ ആ ഒരു കാര്യവും പിന്നെ ഈ തെയ്യം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഒരു എന്താണ് കലാരൂപത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതായത് സംസ്കാരം എന്ന് പറയുന്നത് കുറച്ചും കൂടി കസ്റ്റമറിയാണ്. അതായത് കൾച്ചറിൻ്റെ ഒരു ആസ്പെക്റ്റുകൾ ഇതിൽ പഠിപ്പിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ കൾച്ചർ കസ്റ്റമറിയാണ്, സാമ്പ്രദായികമാണ് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ കാണിക്കാനാണ് അവർ തെയ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തെയ്യത്തിൻ്റെ ആദ്യത്തെ ചടങ്ങിനെക്കുറിച്ചും അടയാളം എന്ന് പറയുന്ന ചടങ്ങിനെക്കുറിച്ചും മറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ക്ലാസ് എടുത്ത സമയത്ത് കംപ്ലീറ്റ് ഇതിൽ ഓരോ സെൻറ്റൻസിലും പറഞ്ഞിട്ടില്ല കൾച്ചർ എന്താണ്, കൾച്ചറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ 2 വ്യത്യസ്തമായ സന്ദർഭങ്ങൾ തന്ന് ഇത് എന്ത് തരത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒപ്പം ഇതിൽ നമ്മൾ അഡീഷണൽ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ജോഗ്രഫി ഉണ്ടല്ലോ, ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെന്ന് പറയുന്നത് നമുക്ക് 28 സംസ്ഥാനങ്ങളുടെയും എന്തായാലും ബൈഹാർട്ടാക്കി എല്ലാം പഠിക്കാൻ പറ്റുന്നവരുണ്ടാകാം. പക്ഷേ എപ്പോഴും എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല അല്ലേ. സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സാധനം ഈ BFAക്ക് മാത്രമെന്നല്ല, ഏതിനു വേണമെങ്കിലും ചോദിക്കാം. LDC ആണെങ്കിലും ഡിഗ്രിക്കാണെങ്കിലും ഒക്കെ ചോദിക്കാം. പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ വലിയ വലിയ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു പോകുന്നതിൻ്റെ പിന്നല്ല അവർ ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ 1 വേർഡ് ടൈപ്പ് പെട്ടെന്ന് ടു ദി ആൻസർ ആയിട്ടുള്ള ചോദ്യങ്ങളും ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാൻ ഇപ്പോൾ പല സ്റ്റേറ്റിൻ്റെയും പ്രധാനപ്പെട്ട കൾച്ചറിൻ്റെ ഭാഗമാണ് അവർ പിന്തുടർന്നു പോകുന്ന ഉത്സവം, അതുപോലെ തന്നെ നൃത്തരൂപം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ആ ഒരു സ്റ്റേറ്റിൻ്റെ തലസ്ഥാനം, ഇത് എപ്പോഴും മേജറാണ്. ഓക്കെ, മേജറായിട്ടുള്ള കാര്യങ്ങളാണ്. ഭാഷ അത്രയും ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ 3 സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ചോദ്യ പേപ്പറുകളിലും ചോദിച്ച് അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു പാഠഭാഗം എടുത്ത സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ 28 സ്റ്റേറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സിൻ്റെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏകദേശം 15-ന് മുകളിൽ സ്റ്റേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ തലസ്ഥാനം, ഉത്സവം, നൃത്തം ഇത് പറഞ്ഞു പോയിട്ടുണ്ട്, എഴുതി കാണിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനോട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഇതും കൂടെ നോക്കുമ്പോൾ നമ്മൾ മറന്നു പോവില്ല. മറ്റുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഓരോ പോർഷൻ വെച്ച് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് നോക്കിയിട്ടുണ്ടാകും. പക്ഷേ അത് ഓർമ്മയിൽ നിൽക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ SCERTയുടെ ഭാഗമായിട്ടും കൂടെ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ മനസ്സിലെത്തി നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെയാണ് ഈ തെയ്യത്തിൻ്റെ കാര്യം. നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നൊരു സംഭവം ഏരിയ VFAക്കിൻ്റെ LGSനും ഈ സംഭവമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ തെയ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കേരളത്തിൻ്റെ ഒരു വലിയ എന്താണ് അത്രയും പ്രാധാന്യം അർഹിക്കുന്നൊരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. തെയ്യത്തിൻ്റെ നിങ്ങൾ മുൻപത്തെ ചോദ്യ പേപ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് തെയ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു തെയ്യത്തിൻ്റെ പല ടൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തെയ്യത്തിൻ്റെ ഇതിവൃത്തം തന്നിട്ട് ഇത് ഏത് തെയ്യമാണ് എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ച് കണ്ടത് വെച്ചിട്ടുള്ള 3-4 തെയ്യങ്ങളുടെ ഇതിവൃത്തവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്ലാസ്സിൻ്റെ സമയത്ത്. ഓക്കെ, സോ ഈ ഒരു കൾച്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി വിചാരിക്കും. പക്ഷെ ഞാനതിൻ്റെ കുറച്ചും കൂടെ അപ്പുറത്തുള്ള തലങ്ങളും കൂടെ നോക്കിയിട്ടാണ് ആ ഒരു പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാം. കാരണം നമുക്ക് സിലബസിൽ പറയുന്നുണ്ട് ഔട്ട് ഓഫ് ദി സിലബസ് നിങ്ങളോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ഇത് ഇന്ത്യൻ ജോഗ്രഫിയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് കൂട്ടാൻ പറ്റുന്നത് കൊണ്ടുമാണ് ഞാൻ ഇത് പറഞ്ഞത്. പിന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാഠഭാഗമായിട്ട് പറയാം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ
ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു എന്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു ബൃഹത്തായ ആശയത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ. നമ്മളുടെ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള 22 ലാംഗ്വേജസ്, ഓക്കെ, അതിൽ ക്ലാസിക്കൽ പദവി കിട്ടി, അങ്ങനത്തെ കുറേയധികം ഫാക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു പാഠഭാഗത്തു നിന്ന് എന്തൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ ഇത് PSC ആസ്പിറൻ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്, ഇത്രയും എന്ത് ചെയ്തത് ക്ലാസ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പഠിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളത് പഠിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊന്നും കൂടെ മനസ്സിലെത്താൻ പറ്റും. അതായത് ഒന്നും കൂടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇങ്ങനത്തെ പഠിച്ച കാര്യങ്ങൾ ബ്രെയിനിൽ. അറ്റ് ദ സെയിം ടൈം എന്താണ് ഇത് നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മേ ബി നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ആ പിക്ചർ, അതായത് ആ ബുക്ക് ലീഫായിരിക്കും ഓർമ്മ വരിക, അല്ലെങ്കിൽ നമ്മൾ കണ്ട പടങ്ങൾ, ഇപ്പോൾ മാപ്പൊക്കെ ആണെങ്കിൽ നമ്മളുടെ മനസ്സിൽ കിടക്കുന്ന ചിത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പേജായിരിക്കും ഓർമ്മ വരിക. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഓർഡറിൽ ഈ പറയുന്ന 5 തൊട്ട് 10 വരെയുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കവർ ചെയ്യാൻ പറ്റും. SCRTയുടെ റെലവൻസ്, എസ്പെഷ്യലി ന്യൂ SCRTയുടെ റെലവൻസ് വളരെ വളരെ വലുതാണ്. നിങ്ങൾ ബയോളജിയൊക്കെ നോക്കുകയാണെങ്കിൽ LGSന് പബ്ലിക് ഹെൽത്തിന് ഒരു സെപ്പറേറ്റ് 10 മാർക്സ് ഉണ്ട്, ആൻഡ് ബയോളജി മാത്രം ഒരു 5 മാർക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തോരം കാര്യങ്ങളുണ്ടെന്നറിയോ അതിൽ പഠിക്കാൻ. നമുക്ക് കേവലം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല, പക്ഷെ ഈ പറയുന്ന ഓരോ കുട്ടി സബ്ജക്ട്സിൻ്റെയും ന്യൂക്ക് ആൻഡ് കോർണർ പഠിച്ചെടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലോട്ട് നമുക്ക് പഠിച്ചെത്താൻ പറ്റുള്ളൂ. നല്ലൊരു മാർക്കിംഗ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് സ്വയം നിങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഇത് വേണം, എനിക്ക് അങ്ങനെ ബാക്കിലൊരു സംഭവം വേണം, എന്നാലും എനിക്ക് അത് ഇതാക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി അത് ചൂസ് ചെയ്യണം. ഓക്കെ, അതിന് ഇനി അമാന്തം വിചാരിക്കരുത്. കാരണം ടൈം പോയി കഴിഞ്ഞിട്ട് ഞാനൊരെണ്ണം എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ഇതിൻ്റെ എലോങ് വിത്ത് എന്തെങ്കിലും പഠിക്കാൻ എടുത്തിരുന്നെങ്കിൽ എനിക്കത് നേടാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അഫോർഡബിൾ പ്രൈസിനാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അൺടിൽ ദി എക്സാം വരെ ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണോ തീരുമാനം അങ്ങനെ ആവാട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻലി, ഇപ്പോൾ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം കണ്ടെത്തി എല്ലാം ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഓൾറെഡി ഇപ്പോൾ കോച്ചിങ് ചെയ്തവർ തന്നെ ചിലർ നിങ്ങൾ കണ്ടിട്ടില്ലേ, 2ഉം 3ഉം ഒരേ സമയം 1ഉം 2ഉം കോച്ചിങ് ഒക്കെ എടുക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് മേ ബി അവിടെ അവരുടെ ഒരു പഠനത്തിൻ്റെ ശൈലി അവർക്ക് അറിയാവുന്നതുകൊണ്ടും പിന്നെ അവർ തന്നെ കുറേ റിസർച്ച് ചെയ്തു തീരുമാനം എടുത്തിട്ടുള്ളതായിരിക്കാം. ഓക്കെ, പല മെറ്റീരിയൽസ് കിട്ടാനായിരിക്കാം. അതൊക്കെ അതൊന്നും ഒരു ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ കണക്ക് വെച്ചിട്ടായിരിക്കില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലേ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞു, ഏതൊരു കാര്യത്തിനും ഒരു എഫേർട്ട് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ കൂടി നമുക്കറിയാം, നമ്മൾ നല്ല കാശ് കൊടുത്ത് ഇപ്പോൾ 500 രൂപ, അപ്പോൾ എല്ലാം 500-ന് മുകളിലുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും മെജോറിറ്റി. നമുക്ക് നല്ല നല്ല ടൈപ്പ് ക്വാളിറ്റി ഒക്കെയുള്ള ഡ്രസ്സുകൾ കാണാൻ പറ്റുക അല്ലേ. അല്ലാത്തതും ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അത്രയും പൈസയൊക്കെ മുടക്കി കാശൊക്കെ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ക്വാളിറ്റി ചിലപ്പോൾ കളർ ഇളകുന്നതായിരിക്കാം. റിട്ടേൺ ഓപ്ഷൻ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും, പക്ഷെ അല്ലാത്ത പക്ഷം കുറച്ച് ഇത് കഴിഞ്ഞാൽ പോകാം അല്ലേ. ഇപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സിന് എന്തോരം കാശുണ്ടാകും. അതൊക്കെ ആ ഒരു ഡ്രസ്സ് ചെയ്യാനെടുക്കുന്ന എഫേർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു എഫേർട്ട് ഉണ്ട്. അത് നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പഠിക്കുന്നതിന് ഒരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ ജോലി. ആ ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ബെനിഫിറ്റ്സ് അല്ലേ, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് കിട്ടുന്ന കുറേയധികം ബെനിഫിറ്റ്സ് ഒരു ഗവൺമെൻറ് ജോബ് കിട്ടിയാൽ, അതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. സോ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റ് കിട്ടുമെങ്കിൽ എന്താണെങ്കിലും അത് ചൂസ് ചെയ്യാൻ അധികം ടൈം വൈകിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വൈകും തോറും മറ്റൊരാൾ അപ്പുറത്ത് നിന്നും നല്ല തകൃതി പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന എല്ലാം എപ്പോഴും ബെസ്റ്റ് ആകണം എന്നില്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ അത് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കിട്ടാമോ അതിൻ്റെ എല്ലാം നല്ല അതായത് കാര്യങ്ങൾ നമ്മൾ എടുക്കുക. ഓക്കെ, അതിപ്പോൾ ഒരു ക്ലാസ് ആണെങ്കിലും ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിലും എന്തൊക്കെ നമുക്ക് അതുകൊണ്ട് കിട്ടും അത് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നമ്മളുടേതായിട്ടുള്ള എക്സ്ട്രാ എഫേർട്ട് വേണം അതിൻ്റെ കൂടെയെങ്കിൽ അതും കൂടെ എടുക്കുക. നമ്മളുടേതായ റിസർച്ച് വേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ റിസർച്ച് ചെയ്യണം. അതിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും VFA എന്നുള്ള ഏതൊരു എക്സാമും നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സമയം ഞാൻ പറഞ്ഞു, എത്രയും നേരത്തെ തുടങ്ങിയാൽ അത്രയും നേരത്തെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇരുന്ന ഒരാൾ നല്ലോണം പഠിച്ച് 3-4 ഒക്കെ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒപ്പം എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും
പഠിക്കണം, നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം, SCRT കണ്ടൻറ്റുകൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഓരോ പാഠഭാഗത്തിലെ സാധ്യതകളും കണ്ട് ബാക്കി നമുക്ക് വരാനുള്ള ഇതും കണ്ട് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആകും. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാനാണ് കേട്ടോ ഞാൻ എൻ്റെ ഇതിൽ സ്റ്റാർട്ട് ചെയ്തതിൽ ശ്രമിക്കുന്നത്. ഓരോ ക്ലാസ്സിലും വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുക. കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. ഒപ്പം ദിവസവും ടെസ്റ്റുകൾ ഇടുന്നുണ്ട്, അറിയോ? അത്രയും എഴുതി തയ്യാറാക്കിയിട്ടാണ് ടെസ്റ്റുകൾ ഇടുന്നത്. അപ്പോൾ ഇത് ഈ ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ബാക്കിയുള്ള എന്ത് സ്റ്റഡീസിൻ്റെ ഒപ്പമാണെങ്കിലും നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് പ്ലസ് മന്ത്ലി ക്വസ്റ്റ്യൻസ്. ഒപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിവിഷനും അതുപോലെ SCRTയുടെ കാര്യങ്ങളും SCRTയുടെ കംപ്ലീറ്റ് ഈ പറയുന്ന ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ റെഫർ ചെയ്യേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റുകളും മറ്റു കാര്യങ്ങളും റെഫർ ചെയ്യേണ്ടതാണെങ്കിൽ റെഫർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ കാര്യം പറയും. ഇത് നെക്സ്റ്റ് ബാച്ചാണ്. ഇത് ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്തതാണ് 2 ബാച്ചിൻ്റെ. നിങ്ങൾക്ക് ഇനി 3rd ബാച്ചിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ, അതായത് മാക്സിമം ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, ഒപ്പം SCRT കംപ്ലീറ്റ് തറോ ആക്കുക, SCRTയുടെ കംപ്ലീറ്റ് ടെസ്റ്റ് സീരീസ് ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം എൻ്റെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. ഞാൻ ഓൾറെഡി ഡെമോ ക്ലാസ് ഒക്കെ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കാര്യത്തിൽ എൻ്റെ മാക്സിമമാണ് ഞാനിതിൽ കൊടുക്കുന്നത്. വെറുതെ വായിച്ചു വിടലല്ല ഞാൻ ടെക്സ്റ്റിൽ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എഴുതി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് നല്ലോണം മാർക്സ് ഇമ്പ്രൂവ് ആയതുകൊണ്ടുമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ VFAക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴും പഠിച്ചു തുടങ്ങുക. VFA എന്ന് മാത്രമല്ല, വലിയ വലിയ അവസരങ്ങളാണ് മുന്നിലിരിക്കുന്നത്. ഇപ്പോൾ LGS എഴുതുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 10th ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ VFAയും എഴുതും അല്ലേ? അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിൽ നിങ്ങൾ VFA കണക്കാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് LGSും കിട്ടും. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ടൈമിൽ നിങ്ങൾ ഈ എഴുതുന്ന എല്ലാ എക്സാംസും പാസ്സായി നിങ്ങൾ ലിസ്റ്റിൽ നേടും. അതിന് നിങ്ങളുടെ ഹാർഡ് വർക്കും പേഷ്യൻസും ഒക്കെ ആവശ്യമാണ്. ആൻഡ് റൈറ്റ് ചൂസ് അറ്റ് ദ റൈറ്റ് ടൈം. കൃത്യമായ സമയത്ത് കൃത്യമായത് തിരഞ്ഞെടുത്ത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അതെന്താണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ സെൽഫായിട്ടാണെങ്കിലും കോച്ച് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളിൽ പഠനത്തിൽ മിസ്സിങ് ഫീൽ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ തന്നെ പരിഹരിച്ചു പോകണം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ എന്ന് വെച്ചാൽ ഈ സ്റ്റഡി പ്ലാൻ എഴുതി വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ യാതൊരു ഗുണവും ഉണ്ടാവില്ല. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. മാക്സിമം PYQs ചെയ്യുക. കറണ്ട് അഫയേഴ്സ് എപ്പോഴും നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് അത് പറയാം. ഇതിൻ്റെ കാര്യങ്ങൾ അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ള ഏരിയാസ് ആണെങ്കിൽ അത് നല്ല രീതിയിൽ കവർ ചെയ്യണം. ഇങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്സ് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലെത്താൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ 2026 നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് അടുത്തത് ഞാൻ നേടിയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഞാൻ എടുത്തിരിക്കും, അതിൻ്റെ വാശിയാണ്. 2026 നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട എയിം എന്ന് പറയുന്നത് അച്ചീവിങ് ദ ജോബ് എന്നുള്ളതാണ്. ഓക്കെ, ഗവൺമെൻറ് ജോബ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന എനിക്കുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളോടൊപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ടെസ്റ്റുകളും അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസിയോടുകൂടി തന്നെ ചെയ്യാൻ പറ്റണം, എന്നാലേ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ പുസ്തകമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും റിസോഴ്സസ് ആണെങ്കിലും മേടിച്ച് കൈ വെച്ചിട്ട് കാര്യമില്ല. നമ്മളത് നോക്കണം, നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഒരു OMR ബുക്ക്ലെറ്റ് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ നമ്പർ ചെയ്തും ചെയ്യുക കേട്ടോ, തെറ്റൊന്നുമില്ല. പക്ഷേ പെർഫെക്റ്റ് ഇത് ബബിൾ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഇപ്പോൾ ശരിക്കും ഇതിലെന്ത് എത്ര ചിരിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ബബിളിങ് ചെയ്യുന്നതിൽ ചില എന്തെങ്കിലും മിസ്സിങ് വന്നാലും മാർക്സ് ചിലപ്പോൾ പോവാം. ഓക്കെ, അപ്പോൾ ആ ഒരു സാധ്യത ഒഴിവാക്കാനാണ് പറയുന്നത്. പിന്നെ OMR ചെയ്യുമ്പോൾ നമ്മളൊരു ടൈം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്രത്തോളം ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ട് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നത് നമുക്ക് തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തം ചെയ്യുന്നത് പ്രാക്ടീസ് ബുക്ക്ലെറ്റിലാണ്. ഞാൻ കാണിച്ചിട്ടുണ്ട് OMRൻ്റെ പ്രാക്ടീസ് ബുക്ക്ലെറ്റിൽ അത് കഴിയാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്താൽ എനിക്ക് മാർക്സ് നല്ലോണം ഇമ്പ്രൂവ് ആവുന്നതായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെയാണ് ഓരോന്ന് എന്ത് ചെയ്യുന്നത് നമുക്ക് കയറാനും പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേൽ. അപ്പോൾ VFAക്ക് വേണ്ടി ഇനി എത്രയും പെട്ടെന്ന് നാളെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അപ്ലൈ ചെയ്യുക ഡേറ്റിന് മുൻപ്. പിന്നെ ഡിഗ്രിയുടെ ഇത് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ കഴിഞ്ഞിട്ടില്ല, അതും അപ്ലൈ ചെയ്യാനുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവലിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഉണ്ട്,
SBCIDയുടെ ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ 2 കാറ്റഗറിയിലേക്കുള്ളതുണ്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. പിന്നെ LGS, കമ്പനി ബോർഡ് LGS, ഇപ്പോൾ VFA, ഇനി താമസിയാതെ LDC ഉണ്ട്, LDC ഒക്കെ വരും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറെടുപ്പ് തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.